10 തൊട്ടിനു വേണ്ടി ആരെയും വിൽക്കുന്ന എന്ത് വൃത്തികേടും കാണിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ CPM-ഉം പിണറായി വിജയനുമൊക്കെ എത്തി നിൽക്കുന്നത്. CPM-ന്റെ ചോട്ടാ നേതാക്കൾ മുതൽ സംസ്ഥാന ദേശീയ തലത്തിലുള്ള നേതാക്കൾ വരെ മോഷണകലയിൽ ബിരുദാനന്തര ബിരുദമെടുക്കാനുള്ള തത്രപ്പാടിലാണ്. ഇതിനുവേണ്ടി ആരെയും വിൽക്കും, എന്തും ചെയ്യും. ആ അവസ്ഥയിലാണ് ഇപ്പോൾ CPM. കോഴിക്കോട് EMS-നെ വിറ്റും കമ്മീഷൻ അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ CPM നേതാക്കൾ. മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് മലപ്പുറം ഏലംകുളം മനയിൽ പരമ്പരാഗതമായി കിട്ടിയ ഭൂസ്വത്ത് വിറ്റ് വാങ്ങിയ കോഴിക്കോട് ബീച്ച് റോഡിലെ ദേശാഭിമാനി ഓഫീസ് കെട്ടിടം ഉൾപ്പെടെയുള്ള ഭൂമി വിറ്റ് കമ്മീഷൻ അടിച്ചിരിക്കുകയാണ് CPM-ന്റെ നേതാക്കൾ. ദേശാഭിമാനി ഓഫീസ് കെട്ടിടം ഉൾപ്പെടെ 58 സെന്റ് ഭൂമി റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ സ്വന്തമാക്കി കഴിഞ്ഞു. വിൽപ്പനയിലൂടെ CPM നേതാക്കൾ കോടികൾ കമ്മീഷൻ വാങ്ങിയതായും പാർട്ടിക്കുള്ളിൽ തന്നെ ആക്ഷേപമുയർന്നിരിക്കുകയാണ്. EMS-ന്റെ കുടുംബസ്വത്ത് വിറ്റ് അന്ന് കിട്ടിയ 75,000 രൂപ എന്നത് ഇപ്പോൾ 22 കോടിയും അതിന്റെ കമ്മീഷനുമൊക്കെയായി മാറ്റപ്പെട്ടു കഴിഞ്ഞു. കോഴിക്കോട് ബീച്ച് പരിസരമായതുകൊണ്ടും വിപണി മൂല്യം കൂടിയ ഇടമായതിനാലും റിയൽ എസ്റ്റേറ്റ് ലോബിയുമായി ഒത്തുകളി നടത്തി ദേശാഭിമാനി കെട്ടിടം ഉൾപ്പെടുന്ന സ്ഥലം വിറ്റ് പാർട്ടി നേതാക്കൾ കോടികൾ കീശയിലാക്കുകയായിരുന്നു. CPM എന്നും അഭിമാനപൂർവ്വം പറയാറുള്ള കണ്ണൂരിലെ പാലോറമാതയുടെ പശുക്കുട്ടിയെ വിറ്റ് കിട്ടിയ സംഭാവന ഉൾപ്പെടെയാണ് കോഴിക്കോട് ദേശാഭിമാനിയിൽ റോട്ടറി പ്രസ്താവിച്ചത്. EMS-ന്റെയും പാലോറമാതയുടെയും സ്മരണകൾ ഉറങ്ങുന്ന കോഴിക്കോട് ദേശാഭിമാനി കെട്ടിടം സ്മാരകമായി സംരക്ഷിക്കണമെന്ന വാദം തള്ളിക്കൊണ്ടാണ് 22 കോടി രൂപയുടെ കച്ചവടം നടന്നിരിക്കുന്നത്. കോഴിക്കോട്ടെ സ്വകാര്യ ഫ്ളാറ്റ് നിർമ്മാതാക്കളാണ് റിയൽ എസ്റ്റേറ്റ് ലോബി മുഖേന ഭൂമി വാങ്ങിയത്. ഓഫീസ് ഒഴിയാൻ 1 വർഷം സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ഫ്ളാറ്റ് ഇടപാടിന് കമ്മീഷനായി CPM നേതാക്കളുടെ ബിനാമികൾക്ക് 3 ഫ്ളാറ്റ് നൽകുമെന്ന് നിർമ്മാതാക്കളുമായി രഹസ്യധാരണയുണ്ടാക്കിയതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ VB പരമേശ്വരൻ ഇക്കാര്യത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. പരമേശ്വരന്റെ എതിർപ്പ് അവഗണിച്ച് ചീഫ് എഡിറ്റർ ദിനേശൻ പുത്തലത്തും കോഴിക്കോട് യൂണിറ്റ് മാനേജർ OP സുരേഷും ചേർന്ന് വിൽപ്പന കരാറുണ്ടാക്കുകയായിരുന്നു. CPM-നകത്തു നിന്ന് തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകളാണ് ഇതെല്ലാം. ഈ ഇടപാടിന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും അനുമതി നൽകിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ദേശാഭിമാനിയുടെ സ്ഥലം വിൽക്കേണ്ട ഗതികേട് പാർട്ടിക്കില്ലെന്നും EMS-ന്റെ സ്മാരകമാക്കി കെട്ടിടം നിലനിർത്തുമെന്നും CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ നിലപാടെടുത്തെങ്കിലും ദേശാഭിമാനിക്ക് വാരികയുടെ രൂപത്തിൽ തുടക്കമിട്ട ചരിത്ര സ്മാരകമാണ് അന്യമാകുന്നതെന്ന വേദന പഴയ തലമുറയിലെ ദേശാഭിമാനി ജീവനക്കാർക്ക് പോലുമുണ്ട്. അവരും സംഭവത്തിൽ കടുത്ത അമർഷത്തിലാണ്. രാമനാട്ടുകരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ദേശാഭിമാനി ഓഫീസും പ്രസ്സും അങ്ങോട്ട് മാറ്റാനാണ് തീരുമാനം. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉന്നതരുടെ അറിവോടെയാണ് ഈ വിൽപ്പന നടന്നിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒരു തോട്ടെ പോയതെല്ലാം പൂളോന്മാരാണെന്ന അവസ്ഥയിലാണിപ്പോൾ CPM-ന്റെ കാര്യങ്ങൾ. ഇങ്ങ് താഴെത്തട്ടിൽ പാർട്ടി മെമ്പറും ബ്രാഞ്ച് സെക്രട്ടറിയും മുതൽ അങ്ങേയറ്റത്ത് മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും വരെ കമ്മീഷനും മോഷണ കലകളുമായി ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ. നേരത്തെ LDF കൺവീനർ EP ജയരാജൻ ദേശാഭിമാനി ജനറൽ മാനേജറായിരുന്ന കാലത്ത് കോഴിക്കോട് ദേശാഭിമാനി കെട്ടിടം വിൽക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് ചീഫ് എഡിറ്ററായിരുന്ന മുതിർന്ന നേതാവ് VV ദക്ഷിണാമൂർത്തിയുടെ കടുത്ത എതിർപ്പ് മൂലമാണ് ഈ കച്ചവടം നടക്കാതെ പോയത്. ഇതിനിടെ ദേശാഭിമാനിക്ക് തിരുവനന്തപുരം മാഞ്ഞാലിക്കുളം റോഡിലുണ്ടായിരുന്ന ഓഫീസ് കെട്ടിടം ജയരാജൻ മുൻകൈയെടുത്ത് വിവാദ വ്യവസായി ചാക്ക് രാധാകൃഷ്ണന് വിറ്റ് കോടികൾ കമ്മീഷൻ അടിച്ചെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്.